ചുരക്ക ഇരിപ്പുണ്ടോ? എന്നാൽ ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോ. നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ ആർക്കും ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇതാ റെസിപ്പി ഇതാണ്. ആദ്യമായിട്ട് 2 ടീസ്പൂണോളം ചെറുപയറിൻ്റെ പരിപ്പ് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിടുന്നുണ്ട്. ചൂടുവെള്ളത്തിൽ ഇടുന്നുണ്ട് ഒരു അരമണിക്കൂർ. എളുപ്പം വെന്ത് കിട്ടും. അത് കഴിഞ്ഞ് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടുന്നുണ്ട്. ഈ കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർക്കുന്നു. പിന്നെ ഒരു സവാളയുടെ പകുതി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് കീറിയത്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുമ്പോൾ സവാള ഒന്ന് വാടിക്കോട്ടെ. നന്നായിട്ട് വാടുന്നവരെ വഴറ്റാം. സവാള എല്ലാം വാടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുരക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് തീയിലിട്ടൊന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ വേവിക്കുന്നു. ഒരു വിസിൽ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ 2 വിസിലായാലും കുഴപ്പമില്ല. അതുകൂടി വേവിച്ച് കഴിഞ്ഞ് അതിൻ്റെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അറിയാലോ, കുറച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളി സൂപ്പറാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം എല്ലാം ഇങ്ങോട്ട് പോരട്ടെ.